ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാമോ? ഞങ്ങൾ അവിടെ അമ്പലത്തിലെല്ലാം കയറി, തിരുച്ചെന്തൂർ അമ്പലത്തിലെല്ലാം കയറിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ തെറിക്കാട് എന്നൊരു സ്ഥലമുണ്ട്. തെറിക്കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുവന്ന മരുഭൂമി എന്നാണ് പറയുന്നത്. ഫുൾ ചുവന്ന. ഞാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ ചുവപ്പ് കളറിലാണ് കണ്ടോ. അപ്പം ഇതിനകത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് കയറണം. ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് പൈസയില്ല, എല്ലാ കാറിന് 20 റുപ്പീസാണ്. അതിന് ഇതിനകത്ത് കയറുമ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. കയറുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു അമ്പലമുണ്ട് കണ്ടോ. ഇത് അമ്പലമുണ്ട്. ഇവിടെ ഒരുപാട് പേരൊക്കെ ഈ അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിവിടെ തിരക്കിയപ്പോഴത്തേക്ക് ചെന്നൈയിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാരുണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇനി ഇത് കഴിഞ്ഞ് ഇത് കുറച്ചുകൂടി എത്ര ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മുമ്പോട്ടൊന്ന് പോയി നോക്കാം എന്താണെന്ന് ഇവിടുത്തെ സ്ഥിതിയെന്ന്. ഇത് കണ്ടു, ഇത് ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ഫ്രണ്ടിലോട്ട് ഇതിപ്പം കണ്ടുണ്ട്. നോക്കി മണ്ണിൻ്റെ കളർ നോക്കി ഉണ്ടോ, ഫുൾ റെഡ് കളറാണ് കിടക്കുന്നത്. കാരണം ഇത് കടലിലൊക്കെ കാണുന്ന അതേ ഒരു മണല് എൻ്റെ ഇവിടെ ഉള്ളത്. അത് മരങ്ങളൊന്നുമില്ല, വളരെ ചെറിയ മരങ്ങളൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ നല്ല കാട്ട വെയിലാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇതുവഴി വണ്ടിയും ജീപ്പൊക്കെ പോയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ 4x4 വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അല്ലാതെ വേറെ വണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വലിയ ഏക്കറുണ്ട്, ഒരുപാട് സ്ഥലം അങ്ങോട്ടുണ്ട് കേട്ടോ. അത് നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതുണ്ട്. അവരിത് അങ്ങോട്ട് പോകുന്നുണ്ട്. സുനിൽ ഭായി ഇത് അവിടെ പോകുന്നുണ്ട്. ഇതുവഴിയാണ് ഞങ്ങൾ വന്ന വഴി. കണ്ടതാണ് അമ്പലം ഇരിക്കുന്നുണ്ട്, അവിടെ നിന്നാണ് കയറി വന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഈ തെറിക്കാട് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ജസ്റ്റ് ഇത്ര ഇങ്ങനെ ഒരു ചെറിയൊരു മരുഭൂമി ഇങ്ങനെ കാണാൻ വരേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് തിരുച്ചെന്തൂരോ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് കറങ്ങി പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് പോകാൻ സൗകര്യമായിരിക്കും. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ചെറുതാക്കുന്ന ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇമാര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴി ഒരു സഫാരിയൊക്കെ അവർ വയ്ക്കായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു സൗകര്യം കൂടെ ഇവർ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്കിവിടെ ഇത്തിരി നടക്കണ്ടേ എങ്ങനെയാണ്. ഇത് കണ്ടോ, ഇത് ജീപ്പ് കയറിപ്പോയ വഴിയാണ് കണ്ടോ. ആ ടയറിൻ്റെ പാട് നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. അതിങ്ങനെ പോയി അങ്ങ് അങ്ങ് പോകുന്നുണ്ട്. അങ്ങ് പോയി തിരിച്ച് താണ്ട് ഇതുവഴിയൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. ഈ കാണുന്നെല്ലാം ജീപ്പ് പോയ വഴിയാണ് കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നെല്ലാം ജീപ്പ് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞെങ്ങനെ ഇത് ഏകദേശം 22,000 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. 22,000 ഏക്കറിലാണ് ഇത് ഈ മരുഭൂമി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലും നമുക്കിത് എന്തായാലും നടന്നെത്താൻ പറ്റില്ല. ആ സൈഡ് ഈ സൈഡ് നടന്നെത്താൻ പറ്റില്ല. ജീപ്പ് അങ്ങനെയുള്ള ഏതെങ്കിലും ഇതിലൊക്കെ പോകുന്ന വണ്ടികളുണ്ടെങ്കിൽ നമുക്കത് നടക്കാൻ പറ്റും. എന്നാലും ഞാൻ മാക്സിമം ഞങ്ങൾ കുറേ കയറി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇത്രയും ഞങ്ങൾ കുറേയൊക്കെ കയറി. ഞാൻ വന്നത് കുറച്ച് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് പോകുന്നു ഞാൻ. ഫുള്ള് എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ തന്നെ കേട്ടോ. അതിലിങ്ങനെ വേറെ ഒന്നും കാണാനില്ല. ആ സൈഡിൽ അങ്ങോട്ടൊക്കെ പോവാം, ഒരുപാട് സ്ഥലമുണ്ട്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയല്ലേ. കാഴ്ച അടിപൊളിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരിക്കലും ഒന്ന് കാണാമെന്നുള്ള ഇതാണിത്. നല്ലൊരു കാഴ്ചയാണ് സംഭവം. പിന്നെ കുറച്ച് ജീപ്പ് കാണുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമായിരുന്നു. അതിൽ യാത്ര എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെ. ഞാൻ കുറച്ചുകൂടെ അങ്ങ് ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ. ഫ്രണ്ടിലോട്ട് മീൻസ് ഇനി മേളിലോട്ട് വന്നു. അപ്പോൾ നോക്കി അങ്ങ് കണ്ടോ, അങ്ങ് ദൂരെ പനയൊക്കെ കാണുന്നുണ്ട്. ആ പനേര അതും കഴിഞ്ഞ് അങ്ങോട്ട് കാണുന്നില്ല ഒരുപാട് കണ്ടോ. ഈ ഏരിയ മൊത്തം കുറച്ചുകൂടെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ.